ഹലോ ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എം.കോം ഫോർത്ത് സെം അഡ്വാൻസ്ഡ് കോസ്റ്റിംഗിലെ തേർഡ് മൊഡ്യൂളായ പ്രൈസിംഗ് പോളിസിയാണ്. ഈ ഒരു ക്ലാസ്സിൽ പ്രൈസിംഗ് പോളിസിയുടെ മീനിങ്ങും ഒബ്ജക്റ്റുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൈസിംഗ് പോളിസി റെഫേഴ്സ് ടു ഹൗ എ കമ്പനി സെറ്റ്സ് ദ പ്രൈസസ് ഓഫ് ഇറ്റ്സ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ബേസ്ഡ് ഓൺ കോസ്റ്റ്, വാല്യൂ, ഡിമാൻഡ് ആൻഡ് കോമ്പറ്റീഷൻ. എന്തൊക്കെ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്? കോസ്റ്റ്, വാല്യൂ, ഡിമാൻഡ്, കോമ്പറ്റീഷൻ. ഈ 4 കാര്യങ്ങളെ ബേസ് ചെയ്ത് ഒരു കമ്പനി എങ്ങനെയാണ് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ആ ഒരു പോളിസിയാണ് പ്രൈസിംഗ് പോളിസി. എന്താണ് പ്രൈസിംഗ് പോളിസി? പ്രൈസിംഗ് പോളിസി റെഫേഴ്സ് ടു ഹൗ എ കമ്പനി സെറ്റ്സ് ദ പ്രൈസസ് ഓഫ് ഇറ്റ്സ് പ്രൊഡക്ട്സ്. എങ്ങനെയാണ് അതിൻ്റെ പ്രൊഡക്റ്റിന് പ്രൈസ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രൈസിംഗ് പോളിസി. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ബിക്കോസ് ഇറ്റ് ഈസ് ദ പ്രൈസ് പോളിസി വിച്ച് അഫക്ട്സ് ദ പ്രോഫിറ്റ്സ് ഓഫ് ബിസിനസ്. ഈ ഒരു പ്രൈസിംഗ് പോളിസിയാണ് ഒരു ബിസിനസ്സിൻ്റെ ലാഭം മുഴുവൻ തീരുമാനിക്കുന്നത്. നല്ല ഒരു പ്രൈസിംഗ് പോളിസി ആണെങ്കിൽ നല്ല ലാഭത്തിൽ ബിസിനസ് മുന്നോട്ട് പോകും. അത് കൂടുതൽ പ്രൈസ് ചാർജ് ചെയ്യുക മാത്രമല്ല, ഇപ്പം കുറഞ്ഞ പ്രൈസ് ചാർജ് ചെയ്താലും ചില മാർക്കറ്റിൽ കുറഞ്ഞ പ്രൈസ് ചാർജ് ചെയ്താലായിരിക്കും കൂടുതൽ ആൾക്കാർ സാധനം വാങ്ങിച്ച് കൂടുതൽ ലാഭത്തിലോട്ട് പോകുന്നത്. ചില മാർക്കറ്റിൽ വില എത്ര കൂടിയാലും കുഴപ്പമില്ല, ക്വാളിറ്റി ഉണ്ടായാൽ മതി. സോ മാർക്കറ്റിൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞിട്ട് മാർക്കറ്റിന് യോജിച്ച പ്രൈസ് ഫിക്സ് ചെയ്യുകയാണ് പ്രൈസിംഗ് പോളിസി. നല്ല രീതിയിലുള്ള പ്രൈസിംഗ് പോളിസി കമ്പനീനെ ലാഭത്തിലോട്ട് കൊണ്ടുപോകും. കോസ്റ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഇൻപുട്ട് വിച്ച് ഹെൽപ്സ് ഇൻ ഫ്രെയിമിംഗ് സ്യൂട്ടബിൾ പ്രൈസിംഗ് പോളിസി. അപ്പോൾ പ്രൈസിംഗ് പോളിസി ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റം എന്താണ്? കോസ്റ്റാണ്. കോസ്റ്റ്, വാല്യൂ, ഡിമാൻഡ്, കോമ്പറ്റീഷൻ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൈസിംഗ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നതെങ്കിലും കോസ്റ്റ് തന്നെയാണ് പ്രൈസിംഗ് പോളിസിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിംഗ് പോളിസി. ഫസ്റ്റ് ഒബ്ജക്റ്റീവാണ് പ്രൈസിംഗ് പോളിസിയുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്? പ്രൈസ് ഫിക്സ് ചെയ്യുന്നതല്ല ബിസിനസ് നടത്തുന്നത്, ലാഭത്തിന് വേണ്ടിയാണ്. അപ്പം നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പം നമ്മുടെ ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് ഒരു ലാഭം അത് തരുന്ന രീതിയിലായിരിക്കണം ഫിക്സ് ചെയ്യുന്നത്. നമ്മുടെ പ്രോഫിറ്റ് കൂട്ടുക, നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യുക, അത് തന്നെയാണ് ഏതൊരു പ്രൈസിംഗ് പോളിസിയുടെ മെയിൻ ഒബ്ജക്റ്റീവ്. ഓക്കെ. സെക്കൻഡ് ഒബ്ജക്റ്റീവാണ് പ്രൈസ് പ്രോഫിറ്റ് സ്റ്റെബിലിറ്റി. സ്റ്റേബിളായിട്ടുള്ള ഒരു പ്രൈസ് വെച്ച് പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അങ്ങനെ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകളുണ്ട്. എക്സാമ്പിൾ, പോപ്പിൻസിൻ്റെ വില 2 രൂപയായിട്ട് കുറേ നാളായി. അപ്പോൾ ലോങ് ടൈമിലോട്ട് സെയിം പ്രൈസ് തന്നെ വെച്ച് എന്നാൽ മാറി വരുന്ന സാഹചര്യങ്ങളിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഡിഫിക്കൽട്ടായിട്ടാണ് ഒരു ഡിസിഷനാണ്. അപ്പം നല്ലൊരു പ്രൈസിംഗ് പോളിസി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേബിൾ പ്രൈസ് കൊണ്ടും ലോങ് ടൈമിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അതിനും പ്രൈസിംഗ് പോളിസി നമ്മളെ സഹായിക്കും. ഓക്കെ. തേർഡ് വണ്ണാണ് ഏർലി ക്യാഷ് റിക്കവറി. ഇപ്പോൾ ബിസിനസ് വളരെ സാമ്പത്തികമായിട്ട് ടൈറ്റ് ആയിട്ടുള്ള ഒരു കേസിലൊക്കെ നമുക്ക് പെട്ടെന്ന് കുറച്ച് എമൗണ്ട് കിട്ടണം. അങ്ങനെയുള്ള കേസിൽ പെട്ടെന്ന് ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന രീതിയിലൊരു പ്രൈസൊക്കെ ഫിക്സ് ചെയ്താൽ മാത്രമേ ഏർലി ആയിട്ട് ക്യാഷ് റിക്കവറി ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഏർലി ക്യാഷ് റിക്കവറി എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യം മീറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു പ്രൈസിംഗ് പോളിസി നമ്മളെ സഹായിക്കും. അടുത്ത സെയിൽസ് മാക്സിമൈസേഷൻ ആൻഡ് ഗ്രോത്ത് പറയേണ്ട കാര്യമില്ല. നല്ലൊരു പ്രൈസിംഗ് പോളിസി ആണെങ്കിൽ കസ്റ്റമേഴ്സിന് ആ ഒരു പ്രൈസ് ഓക്കെയാണ്, റീസണബിൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ സെയിൽസ് കൂടും, നമ്മുടെ ബിസിനസ് ഗ്രോ ആവും, നമ്മൾ കൂടുതൽ ബിസിനസ് എക്സ്പാൻഷനൊക്കെ നമ്മളെ സഹായിക്കും നല്ലൊരു പ്രൈസിംഗ് പോളിസി. അടുത്താണ് പ്രിവെൻറ്റിങ് കോമ്പറ്റീഷൻ. കോമ്പറ്റീറ്റേഴ്സിനെ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പം നല്ലൊരു പ്രൈസിംഗ് പോളിസി ആണെങ്കിൽ നമ്മുടെ പ്രൈസ് നമ്മൾ ചാർജ് ചെയ്യുന്ന പ്രൈസിന് നമ്മുടെ പ്രൊഡക്ട്സേ കസ്റ്റമേഴ്സ് വാങ്ങുള്ളൂ, കോമ്പറ്റീറ്ററിൻ്റെ അടുത്തോട്ട് പോവില്ല. നമ്മുടെ പ്രൈസിംഗ് പോളിസി വീക്കാണെങ്കിൽ കോമ്പറ്റീറ്ററിൻ്റെ കോമ്പറ്റീറ്റർ കുറച്ച് പ്രൈസിൽ സാധനം കൊടുക്കുന്നു, അല്ലെങ്കിൽ കോമ്പറ്റീറ്ററിൻ്റെ സാധനമാണ് കൂടുതൽ നല്ലത്, കോമ്പറ്റീറ്റർ കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ കേട്ട ആൾക്കാർ പോകും. പക്ഷെ നമ്മുടെ പ്രൈസിംഗ് പോളിസി ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറ്റുന്ന നല്ലൊരെണ്ണമാണെങ്കിൽ ഒരിക്കലും കോമ്പറ്റീഷൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ അടുത്തതാണ് മാർക്കറ്റ് ഷെയർ. നമ്മുടെ മാർക്കറ്റിലുള്ള ഷെയർ കൂട്ടാൻ വേണ്ടി ലാർജ് സ്കെയിലോട്ട് ബിസിനസ് വളർത്താൻ വേണ്ടിയൊക്കെ നല്ലൊരു പ്രൈസിംഗ് പോളിസി സഹായിക്കും. കാരണം നല്ലൊരു പ്രൈസിംഗ് പോളിസി ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ കസ്റ്റമേഴ്സ് വരുള്ളൂ, കൂടുതൽ ഇൻകം ബിസിനസ്സിലോട്ട് വരുള്ളൂ, അങ്ങനെ ലോങ് ടേമിലോട്ടുള്ള മാർക്കറ്റ് ഷെയർ ഗ്രോത്തും നടക്കുകയുള്ളൂ. അടുത്ത സർവൈവലോ
പറയാതെ തന്നെ അറിയാം, ഒരു ബിസിനസ് സർവൈവ് ചെയ്യണമെങ്കിൽ കസ്റ്റമേഴ്സ് റീസണബിൾ എന്ന് വിചാരിക്കുന്ന പ്രൈസ് ചാർജ് ചെയ്യണം. ഈ പ്രൈസിന്, ഈ പ്രൊഡക്റ്റിന് ഈ പ്രൈസ് ഓക്കെ ആണെന്ന് കസ്റ്റമേഴ്സിന് ഫീൽ ചെയ്യണം. അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു പ്രൈസ് ചാർജ് ചെയ്താൽ മാത്രമേ ഏതൊരു ബിസിനസ്സിനും സർവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത മാർക്കറ്റ് പെനട്രേഷൻ. കൂടുതൽ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ, അതായത് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടാൻ, പുതിയ മാർക്കറ്റിലോട്ട് ഒരു എൻട്രി കിട്ടാനൊക്കെ നല്ലൊരു പ്രൈസിങ് പോളിസി വേണം. കുറഞ്ഞ പ്രൈസ് ചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് തുടക്കത്തിലുള്ള ഒരു എൻട്രി കിട്ടത്തുള്ളൂ. സോ നല്ലൊരു പ്രൈസിങ് പോളിസി ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് പെനട്രേഷനും നടക്കത്തുള്ളൂ. സോ പ്രൈസിങ് പോളിസിയുടെ ഒരു ലക്ഷ്യം തന്നെയാണ് മാർക്കറ്റ് പെനട്രേഷൻ. അതുപോലെ മാർക്കറ്റ് സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പെനട്രേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. മാർക്കറ്റ് പെനട്രേഷനിൽ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിന് വേണം. മാർക്കറ്റ് സ്കിമ്മിങ്ങിൽ നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സ് മതി. ഉള്ളവർ ക്വാളിറ്റി കസ്റ്റമേഴ്സ് ആയിരിക്കണം, ഉള്ളവർ ലോയൽ കസ്റ്റമേഴ്സ് ആയിരിക്കണം. അപ്പം അങ്ങനെ ഒരു മാർക്കറ്റ് സ്കിമ്മിങ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് പ്ലാനെങ്കിൽ അതിനും അതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൈസിങ് പോളിസി ഉണ്ട്. കൂടുതൽ ആൾക്കാർ മാർക്കറ്റ് സ്കിമ്മിങ്ങിന് വേണ്ടി ഹൈ പ്രൈസ് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. എന്നാൽ എന്നും പറഞ്ഞുകൊണ്ട് ഹൈ പ്രൈസ് ചാർജ് ചെയ്താൽ മാർക്കറ്റ് സ്കിമ്മിങ് നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. റീസണബിൾ ആയിട്ടുള്ള ഒരു ഹൈ പ്രൈസ് ചാർജ് ചെയ്യണം. അതിനും പ്രൈസിങ് പോളിസിയാണ് നമ്മളെ സഹായിക്കുന്നത്. അടുത്ത സാറ്റിസ്ഫാക്ടറി റേറ്റ് ഓഫ് റിട്ടേൺ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടാൻ വേണ്ടി, ബിസിനസ്സിൽ നിന്ന് കിട്ടാൻ വേണ്ടി നല്ലൊരു പ്രൈസിങ് പോളിസി വേണം. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ നല്ലൊരു പ്രൈസിങ് പോളിസി വേണമെന്ന് പറയുന്നത്? നമ്മുടെ ലാഭം കൂട്ടാൻ, നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട്, നമ്മുടെ ചിലവുകളൊക്കെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട്, സെയിൽസ് കൂട്ടാനായിട്ട്, കോമ്പറ്റീഷൻ കുറയ്ക്കാനായിട്ട്, മാർക്കറ്റ് ഷെയർ കൂട്ടാനായിട്ട്, സർവൈവൽ ഉറപ്പുവരുത്താനായിട്ട്, പുതിയ മാർക്കറ്റിലോട്ട് പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടി, ഉള്ള മാർക്കറ്റിൽ സ്കിമ്മിങ് പോളിസി നടത്താൻ വേണ്ടിയിട്ട്, അതുപോലെ സാറ്റിസ്ഫാക്ടറി റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നല്ലൊരു പ്രൈസിങ് പോളിസി നമുക്ക് വേണമെന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.